ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് പഠിച്ചു അല്ലെ. രണ്ട് മെട്രിക്സുകൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പഠിച്ചു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പം NCERT ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് 3.2 അതിലെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്കാണ്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 7 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മെട്രിക്സുകൾ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? എക്സ് പ്ലസ് വൈ, എക്സ് മൈനസ് വൈ എന്നിങ്ങനെ രണ്ട് മെട്രിക്സുകൾ വന്നേക്കാണ്. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 7025, അതുപോലെ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 3003. ഇങ്ങനെ രണ്ട് മെട്രിക്സ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ എക്സും വൈയും കണ്ടുപിടിക്കണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കാം നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എന്താ പറയുന്നത്? എക്സ് പ്ലസ് വൈ അല്ലേ ആദ്യം തന്നിരിക്കുന്നത്. എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 7025 ആണ് എക്സ് പ്ലസ് വൈ. എക്സ് മൈനസ് വൈ ആണെങ്കിലോ 3003 അല്ലെ, 3003. ഓക്കെ, ഇങ്ങനെ രണ്ട് മെട്രിക്സുകൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് എക്സും വൈയും കണ്ടുപിടിക്കാനാണ് നമ്മളുടെ ചോദ്യം. ഇത് വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യുന്നത്? നമ്മള് 9th സ്റ്റാൻഡേർഡിൽ ചെയ്തിരിക്കുന്ന 2 വേരിയബിൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന അതേ രീതിയാണ്. ആ മെത്തേഡ് തന്നെ ഇവിടെ എക്സ് പ്ലസ് വൈക്ക് വരെ അവിടെ നമുക്കൊരു നമ്പർ വന്നിട്ടുണ്ട്. എക്സ് മൈനസ് വൈക്ക് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ മെത്തേഡ് തന്നെ ഇവിടെയും ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു, ഇവിടെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇവിടെ വൈയുടെ കോയിഫിഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിന്റെ നെഗറ്റീവ് ആണിത്. അപ്പൊ ക്യാൻസൽ ആവാൻ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത്? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ. ഓക്കെ ആണല്ലോ. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന മെട്രിക്സ്, എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന മറ്റു മെട്രിക്സ് രണ്ടുകൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 7025. ഇതല്ലായിരുന്നു എക്സ് പ്ലസ് വൈ. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ് മൈനസ് വൈ എന്തുവാ? 3003. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ രണ്ട് മെട്രിക്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇവിടെ വൈയുടെ ക്യാൻസൽ ആവും. ബാക്കി എക്സ് പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത്? 2x ആണ് കിട്ടുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ നമുക്ക് രണ്ട് മെട്രിക്സുകൾ എങ്ങനെ ആഡ് ചെയ്യുന്നത്? കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യല്ലോ. 7 + 3 എന്ന് പറയുന്നത് 10, 0, then 2, 8. ഇതല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് 2x അല്ലേ. ഇതിനകത്ത് x is equal to നമ്മൾ എങ്ങനെ എടുക്കുന്നത്? 1/2 into 10, 0, 2, 8. കറക്റ്റ് ആണോ? ഓക്കെ, അതായത് ഇൻറ്റു 2 പറയുമ്പോൾ ഡിവിഷൻ അല്ലെങ്കിൽ 1/2 എന്നും ചെയ്താൽ മതി. ഇപ്പൊ 1/2 എന്ന് വെച്ചാൽ സ്കെയിലാർ ആണ്. സ്കെയിലാർ ഇൻറ്റു ഒരു മെട്രിക്സ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്ത് ചെയ്യണം? മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിനെയും ആ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് പറഞ്ഞാൽ 1/2 കൊണ്ട് എല്ലാ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 1/2 കൊണ്ട് എല്ലാ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ 1/2 into 10 എന്ന് പറയുമ്പോൾ എത്രയാ? 5 വരും. 1/2 into 0, 0. 1/2 into 2 എന്ന് പറയുന്നത് 1 ആണ്. 1/2 into 8 എന്ന് പറയുന്നത് 4 കിട്ടും. ഓക്കെ അല്ലെ? അപ്പൊ എക്സിന്റെ വാല്യൂ 5014 എന്ന് കിട്ടും. ഓക്കെ, ഈ വാല്യൂ എടുത്തിട്ട് ഇവിടെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഏതെങ്കിലും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഞാൻ വൈക്കകത്ത് ഫസ്റ്റ് ഇക്വേഷൻ അത് കൊടുക്കുന്നു. അപ്പൊ ഇക്വേഷൻ 1 ഇംപ്ലൈസ് അതിനകത്ത് y ഈക്വൽ നമുക്ക് എങ്ങനെ എടുക്കാം? y ഈക്വൽ ടു എക്സും വൈയോട് ആഡ് ചെയ്യുമ്പോൾ 7025 കിട്ടും. അതിനകത്ത് y കിട്ടുന്നത് എങ്ങനെയാ? 7025 എന്ന് പറയുന്ന മെട്രിക്സിനകത്ത് നിന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്താൽ പോരെ. 7025 ഈ മെട്രിക്സിനകത്ത് നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യുന്നു? എക്സ് സബ്ട്രാക്ട് ചെയ്യുന്നു. വെച്ചാൽ 7025 മെട്രിക്സ് ഇതാണ്. മൈനസ് എക്സ് എന്ന് പറയുന്നത് ഏതാ? 5014 അല്ലേ? 5014. ഓക്കെ ആണോ? 7 - 5 എന്ന് പറയുന്നത് 2 ആണ്. 0 - 0, 0. 2 - 1, 1. 5 - 4, 1. എന്ത് കിട്ടും? 2011 എന്ന് കിട്ടും. ഏത്? y എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പൊ ഇത് രണ്ടുകൂടെ സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന x എന്ന് പറയുന്ന മെട്രിക്സ് 5014 എന്നും y എന്ന് പറയുന്ന മെട്രിക്സ് 2011 എന്നും കിട്ടും. ഓക്കെ ആണല്ലോ? ഏകദേശം ഇത്തരത്തിൽ തന്നെയാണ് അടുത്ത ചോദ്യം പറയുന്നത്. കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നേ ഉള്ളൂ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 2x + 3y ഉം 3x + 2y ആണ്. അപ്പൊ കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? കോയിഫിഷ്യന്റ് ഈക്വൽ ആക്കാനുള്ള ഒരു പ്രോസസ്സും കൂടെ നടത്തണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റിനിലേക്ക് കിടക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും പിടികിട്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പമാണ്. നമ്മൾ നമ്പറിൽ ചെയ്തിരിക്കുന്ന അതേ കാര്യം തന്നെ മെട്രിക്സിലേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. ബാക്കി പുതുതായിട്ട് ഒരു കാര്യം ഇവിടെ ശരിക്കും നമ്മൾ ചെറിയ ക്ലാസ് ഹൈസ്കൂൾ ലെവലിൽ നമ്മൾ പഠിച്ചിരുന്ന കാര്യങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പുതുതായിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് ഒന്ന് പോകാം. എന്താ പറയുന്നത്? 2x + 3y അല്ലേ വന്നേക്കുന്നത്? 2x + 3y 2x + 3y ഈക്വൽ ടു എന്താ പറഞ്ഞിരിക്കുന്നത്? 2340. 2340. അതുപോലെ 3x +
2y. 3x plus 2y എന്ന് പറയുന്നത് എന്താ പറയുന്നത്? 2 minus 2 minus 1 5. ഇങ്ങനെ രണ്ട് മെട്രിക്സ് വന്നിട്ടുണ്ട്. ഇവിടെയും നമ്മൾ എന്ത് തന്നെയാ കണ്ടുപിടിക്കുന്നത്? എക്സും വൈയും കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് അത്രയും എളുപ്പമല്ല. കാര്യം എന്താ, ഇവിടെ എക്സിന്റെയും അവിടെ എക്സിന്റെയും വൈയുടെ ഒക്കെ കോയിഫിഷ്യൻസ് ഈക്വൽ ആയിട്ട് നമുക്ക് എളുപ്പം ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് അത്ര എളുപ്പമല്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്, നമ്മളെ ഈക്വൽ ആക്കുകയാണ്. ഏതെങ്കിലും കോയിഫിഷ്യന്റ് ഈക്വൽ ആണ്, ഞാൻ എക്സിന്റെ കോയിഫിഷ്യന്റ് ഈക്വൽ ആക്കാൻ നോക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ 1നെ 3 കൊണ്ടും ഇക്വേഷൻ 2നെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇക്വേഷൻ 1 into 3 ഇംപ്ലൈസ് എന്ത് കിട്ടും? 3 into 2x plus 3y 2x plus 3y equal to 3 into 2 3 4 0. നമ്മളൊരു ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും മൾട്ടിപ്ലൈ ചെയ്യണം, എങ്കിലേ ആ ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ, ബാലൻസ് ആവത്തുള്ളൂ. ഓക്കെ, നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. 6x plus 9y equal to 3 കൊണ്ട് മൾട്ടിപ്ലൈ വെച്ചാൽ എല്ലാ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യല്ലേ. അപ്പൊ 6 9 12 0. ഇക്വേഷൻ നമ്പർ 3 ആണ്. അതേപോലെ ഇക്വേഷൻ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ തൽക്കാലം ഈ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യാൻ ഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെ എഴുതുകയാണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 3x എത്ര കിട്ടും? 6x plus 2 into 2y 4y equal to 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പൊ ഇവിടെ 4 -4 -2 10 എല്ലാ എലമെന്റ്സിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി ഇതിനെ ഞാൻ 4 ഒന്നും കൂടെ വിളിച്ചു. ഇക്വേഷൻ 3ഉം 4ഉം കൂടെ കമ്പയർ ചെയ്താൽ 6x എന്ന ടേം ഉണ്ട്, സബ്ട്രാക്ട് ചെയ്താൽ മതി, എക്സിന്റെ ടേം ക്യാൻസൽ ആവും. അപ്പൊ എന്ത് കിട്ടും? ഇക്വേഷൻ 3യിൽ നിന്ന് തന്നെ ഇക്വേഷൻ 4 സബ്ട്രാക്ട് ചെയ്താൽ മതി. അത് കുറച്ച് എളുപ്പം. വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതി ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നോക്കിയാലോ. നമ്മളിപ്പോ ചെറിയ ക്ലാസ്സുകളാണെങ്കിൽ എല്ലാ സ്റ്റെപ്പും എഴുതണം, ഇവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. 6x - 6x എന്തായി പോകും? അതും ക്യാൻസൽ ആയി പോകും. 9y - 4y എന്ത് കിട്ടും? 5y എന്ന് കിട്ടും. ബാക്കി ഇത് സബ്ട്രാക്ട് ചെയ്യേണ്ട മെട്രിക്സുകൾ സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാ? കറസ്പോണ്ടിങ് എലമെന്റ് സബ്ട്രാക്ട് ചെയ്യുക. 6 - 4 എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. 9 - -4 9 - -4 എന്ന് പറയുമ്പോൾ എത്രയാ? 13 അല്ല കിട്ടുന്നത് അല്ലെ? 9 - -4 9 + 4 ആവും, 13 ആവും. 12 - -2 that is 12 plus 2 14 എന്ന് കിട്ടും. then 0 - 10 -10. ഓക്കെ, ഇതെന്താ കിട്ടുന്നത്? ഇത് 5y യുടെ വാല്യൂ. ഇതിനകത്ത് y is equal to നമുക്ക് എങ്ങനെ എടുക്കാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. എല്ലാ എലമെന്റ്സിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/5 13/5 14/5 -10/5 -10/5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? അത് നമുക്ക് -2 എന്ന് എടുക്കാം. ഓക്കെ അല്ലെ? 2/5 13/5 14/5 -2. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ കിട്ടി. ഇപ്പൊ വൈയുടെ വാല്യൂ കിട്ടി. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കണ്ടുപിടിക്കണം. ഇനി എങ്ങനെ എക്സ് കണ്ടുപിടിക്കുന്നത്? രണ്ട് ഇക്വേഷൻ അവൈലബിൾ ആണ്, ഏതെങ്കിലും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഞാൻ ഇക്വേഷൻ 2-നകത്തും കൊടുക്കുകയാണ്. ഇക്വേഷൻ 2-നകത്ത് കൊടുക്കുമ്പോൾ ഇക്വേഷൻ 2 ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ വരും? 3x പ്ലസ് 2y-ക്കകത്ത് y-ക്ക് വലിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2y-ക്ക് പകരം 2/5 13/5 14/5 -2 ഈക്വൽ ടു ആ മെട്രിക്സ് ഏതായിരുന്നു? ഇക്വേഷൻ 2-നകത്തല്ലേ എടുക്കുന്നത്. അപ്പൊ 2 - 2 2 - 2 -1 5. ഓക്കെ, ഒന്നുകൂടെ എഴുതുന്നപ്പോ എത്ര കിട്ടും? 3x പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ എത്ര കിട്ടും? 4/5 then 26/5 again 28/5 -4. ഓക്കെ, ഇങ്ങനെയല്ല കിട്ടുന്നത്. എന്ന് പറയുന്നത് 2 - 2 -1 5. ഓക്കെ ആണല്ലോ. ഓക്കെ, അതിന് 3x = എങ്ങനെ ആയിട്ടുണ്ട്? 3x = നോക്കുകയാണെങ്കിൽ ഇത് അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സബ്ട്രാക്ഷൻ അല്ലേ? അപ്പൊ 2 - 2 -1 5 മൈനസ് ഇവിടെയാണെങ്കിലോ 4/5 26/5 28/5 -4. ഓക്കെ ആണല്ലോ. ഇത്രയല്ലേ? ഇനി കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്യുന്നു.
2 മൈനസ് 4/5. 2 മൈനസ് 4/5 എന്ന് പറയുമ്പോൾ 10, 10 മൈനസ് 4 എന്ന് പറയുമ്പോൾ 6 അല്ലേ, 6/5 എന്ന് കിട്ടും. 10 മൈനസ് 4, ഓക്കെ, 6/5 എന്ന് കിട്ടും. ഇവിടെ -2 മൈനസ് 26/5 എന്നാണ്. അപ്പൊ -2 മൈനസ് x ആവുമ്പോ -10, അപ്പൊ -36/5 എന്ന് കിട്ടും. ഇവിടെയാണെങ്കിലും -5 മൈനസ് 28, അപ്പൊ -33 എന്ന് കിട്ടും. -33/5. ഇവിടെയാണെങ്കിൽ 5 മൈനസ് ദാറ്റ് ഈസ് 5 പ്ലസ് 4 9 എന്ന് കിട്ടും. ഓക്കെ, ഇത് 3x ന്റെ വാല്യൂ ആണ്. ഇതിനകത്ത് നിന്ന് x is equal to ത്രൂ ഔട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ന്യൂമറേറ്റർ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? സോറി, 2/5 എന്ന് കിട്ടും. ഇവിടെയാണെങ്കിൽ -12/5, ഇവിടെയാണെങ്കിൽ -11/5, അഗൈൻ ഇവിടെ 3 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2/5 -12/5 -11/5 3 എന്നും, ഇവിടെയാണെങ്കിൽ 2/5, വൈയുടെ വാല്യൂ 2/5 13/5 അതുപോലെ 14/5 -2 എന്നും കിട്ടും. ഓക്കെ ആണല്ലോ. സിമ്പിൾ ആയിട്ട് ഇവിടെ ഒരു ഫ്രാക്ഷൻ വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ രീതിയിൽ എങ്ങനെയാണോ സോൾവ് ചെയ്യുന്നത്, നമ്പേഴ്സ് എങ്ങനെ സോൾവ് ചെയ്യുന്നു അതേ രീതിയിൽ മെട്രിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, സോൾവ് ചെയ്യുന്നു. വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, ഇതേ ടൈപ്പില്ല. ഈ സെക്ഷനിൽ കൂടുതലും വന്നിരിക്കുന്നത് ഇക്വേഷൻ സോൾവിംഗ് ആണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അടുത്തതും 8th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അതും എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലൊരു മെട്രിക്സിനകത്ത് 2 വേരിയബിൾസ് വന്നിട്ടുണ്ട്. സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എക്സ് കണ്ടുപിടിക്കണം. വൈ അവർ തന്നിട്ടുണ്ട്. അവർ തന്നിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്, 2x plus y is equal to 2x plus y equal to 1 0 -3 2 എന്ന് വന്നിട്ടുണ്ട്. 1 0 -3 2 എന്ന് തന്നിട്ടുണ്ട്. 2x plus y യുടെ വാല്യൂ 1 0 -3 2 വന്നിട്ടുണ്ട്. ഒപ്പം അവർ y എന്ന് പറയുന്ന മെട്രിക്സും കൂടി വന്നിട്ടുണ്ട്. y എന്ന് പറയുന്ന മെട്രിക്സ് എത്രയാണ് അവർ തന്നിരിക്കുന്നത്? 3 2 1 4 എന്ന് വന്നിട്ടുണ്ട്. 3 2 1 4 ഇത് വന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് 2x plus y യുടെ വാല്യൂ 1 0 -3 2 അതിനകത്ത് y തന്നിട്ടുണ്ട്. പിന്നെ അതിന് 2x കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. 2x is equal to 1 0 -3 2. ഇതിനകത്തുനിന്ന് 2x is equal to ഇത് മൈനസ് y അല്ലേ വരുന്നത്, equal to 1 0 -3 2 മൈനസ് y യുടെ വാല്യൂ 3 2 1 4. ഓക്കെ ആണോ? 1 -3 എത്ര കിട്ടും? 1 -3 എന്ന് വെച്ചാൽ -2 അല്ലേ. 0 -2 0 -2 എന്ന് പറയുമ്പോൾ അതും -2 തന്നെയാണ്. -3 -1 that is -4 2 -4 -2. ഓക്കെ, ഇത് എന്തിന്റെ വാല്യൂ? ഇത് 2x ന്റെ വാല്യൂ അല്ലേ. 2x ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് x is equal to ത്രൂ ഔട്ട് 1/2 ഇൻറ്റു എന്ന് വേണമെങ്കിൽ എഴുതാം. ഇല്ലെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് നമുക്ക് എങ്ങനെ എഴുതാം? -1 -1 -2 -1. ഓക്കെ ആണോ? -1 -1 -2 -1 എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി 9th 10th ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതേ രീതി ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണ്. ഈ സെക്ഷനിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരുവിധം നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് 11th ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതും ഇതേ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സോൾവ് ചെയ്യാനുള്ളതാണ്. അപ്പം നോക്കി എന്താ പറഞ്ഞേക്കുന്നത്, ഇഫ് x into 2 മെട്രിക്സ്, if x into matrix 2 3 plus y into -1 1 is equal to 10 5. രണ്ട് കോളം മെട്രിക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 2/1 ഓർഡറുള്ള കോളം മെട്രിക്സ്. അതിനകത്ത് നിന്ന് എക്സും വൈയും നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതും ഇതേ രീതിയിൽ തന്നെയാണ്. ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യിപ്പിക്കുന്നു, അത് സോൾവ് ചെയ്തെടുക്കാന്നുള്ളതാണ്. അപ്പൊ നോക്കി എന്താ പറയുന്നത്, എക്സ് ഇൻറ്റു മെട്രിക്സ് 2 3 എക്സ് 2 3 plus y into matrix -1 1 y into matrix -1 1 equal to 10 5. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നത്? അപ്പം x എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ത്രൂ ഔട്ട് x കൊണ്ട് മൾട്ടിപ്ലൈ, ദാറ്റ് ഈസ് 2x 3x മെട്രിക്സ് 2x 3x പ്ലസ് -y y ഈക്വൽ ടു 10 5. ഓക്കെ ആണോ?
കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുക. അപ്പൊ 2x മൈനസ് y 3x പ്ലസ് y ഈക്വൽ ടു 10 5. ഓക്കെ ആണോ? രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവണമെന്നുള്ള കണ്ടീഷൻ എന്താ? കറസ്പോണ്ടിങ് എലമെന്റ്സ് സെയിം ആവണം. അപ്പൊ എന്ത് കിട്ടും? 2x മൈനസ് y ഈക്വൽ ടു 10. ഇവിടെയാണെങ്കിലോ 3x പ്ലസ് y ഈക്വൽ ടു 5. ഇത് വളരെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ ഇവിടെ മൈനസ് വൈയും വൈ വന്നിട്ടുണ്ട്. രണ്ട് ഇക്വേഷനും കൂടെ അങ്ങ് ആഡ് ചെയ്താൽ മാത്രം മതി. ആഡ് ചെയ്താൽ 2x പ്ലസ് x 3x എന്ന് പറയുന്നത് 5x കിട്ടും. ഇവിടെ 15 കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ എടുത്താണ് ഈ രണ്ട് ഇക്വേഷനകത്ത് ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കുക. ഇവിടെ ഞാൻ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുന്നു. അപ്പൊ ഞാൻ 1 2 എന്ന് വിളിക്കുകയാണെങ്കിൽ അപ്പൊ 3x പ്ലസ് y എന്ന് പറയുന്നത് 5 അല്ലേ? അതിനകത്ത് എക്സിന്റെ വാല്യൂ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3 into 3 പ്ലസ് y എന്ന് പറയുന്നത് 5 ആണ്. അതിനകത്ത് y is equal to 5 മൈനസ് 3 into 3 9 അല്ലേ? 5 മൈനസ് 9 മൈനസ് 4 എന്ന് ആൻസർ കിട്ടും. എക്സിന്റെ വാല്യൂ 3 എന്നും വൈയുടെ വാല്യൂ മൈനസ് 4 എന്നും. സിമ്പിൾ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സോൾവ് ചെയ്തെടുക്കാവുന്ന സാധാരണ ഇതെല്ലാം 1 വേരിയബിൾ ഇക്വേഷൻ ആയിട്ട് 1 വേരിയബിൾ 2 വേരിയബിൾ ലീനിയർ ഇക്വേഷൻസ് ആണ് വന്നിരിക്കുന്നത്. എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇവിടെ നിന്നിട്ട് നമുക്ക് അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 13ലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തിരിയും കൂടെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ചെയ്യാൻ എളുപ്പം തന്നെയാണ്. എന്താ പറയുന്നത്? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ടേമിൽ തന്നിരിക്കുന്നതാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിട്ട് അവർ തന്നിരിക്കുന്നത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0 സൈൻ എക്സ് കോസ് എക്സ് 0 0 0 1 ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ഇതുവരെ കൂടുതലും അഡിഷൻ സബ്ട്രാക്ഷൻ ആണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇനി മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ് വരുന്നത്. അപ്പൊ നോക്കിയേ, ക്വസ്റ്റൻ നമ്പർ 13 അവര് തന്നിട്ടുള്ളത് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട് അല്ലെ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. എന്തായിരുന്നു? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0 കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0 ഒരു 3/3 ഓർഡർ മെട്രിക്സ് ആണ്. തേർഡ് ഓർഡർ സ്ക്വയർ മെട്രിക്സ് ആണ്. അടുത്തത് സൈൻ എക്സ് കോസ് എക്സ് 0 സൈൻ എക്സ് കോസ് എക്സ് 0 then 0 0 1 എന്നല്ലേ? കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0 സൈൻ എക്സ് കോസ് എക്സ് 0 0 0 1 ഇതാണ് മെട്രിക്സ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? അവർ പറഞ്ഞേക്കുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഈക്വൽ ടു എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് ഉണ്ടല്ലോ, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0 അതുപോലെ സൈൻ എക്സ് കോസ് എക്സ് 0 0 0 1. ഓക്കെ, ഇതല്ലേ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എഫ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. എന്ത് ചെയ്യുന്നുണ്ട്? ഈ എക്സ് എഫ് ഓഫ് എക്സ് ഇതാണെങ്കിൽ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എക്സ് എല്ലാം റീപ്ലേസ് ചെയ്ത് അവിടെ എന്ത് വരും? വൈ വരും. അപ്പൊ മെട്രിക്സ് എങ്ങനെയാ വരുന്നത്? കോസ് വൈ മൈനസ് സൈൻ വൈ 0 സൈൻ വൈ കോസ് വൈ 0 0 0 1. ഓക്കെ ആണല്ലോ? ഇത് രണ്ടിന്റെയും പ്രോഡക്റ്റ് 3/3 ഓർഡർ ആണ്. അപ്പൊ ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? കോസ് എക്സ് ഫസ്റ്റ് ടൈം നോക്കാം. കോസ് എക്സ് കോസ് വൈ പ്ലസ് മൈനസ് സൈൻ എക്സ്. അടുത്ത ആദ്യത്തേത് കഴിഞ്ഞു. അടുത്തത് മൈനസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ. അങ്ങനെ എഴുതാം. മൈനസ് സൈൻ എക്സ് സൈൻ വൈ. അടുത്തത് 0 ഇൻറ്റു 0 0. അപ്പൊ ആ ടൈം കഴിഞ്ഞു. അടുത്തത് കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ വൈ. അപ്പൊ മൈനസ് കോസ് എക്സ് സൈൻ വൈ. അടുത്താണെങ്കിലോ മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ. അപ്പൊ മൈനസ് സൈൻ എക്സ് കോസ് വൈ. ഓക്കെ ആണോ? അടുത്തത് 0 ഇൻറ്റു 0 0. അത് കഴിഞ്ഞു. ഇനി അടുത്ത എന്താ? ഫസ്റ്റ് റോ തേർഡ് കോളം. ഫസ്റ്റ് റോ വെച്ചാൽ കോസ് എക്സ് ഇൻറ്റു 0 0 മൈനസ് സൈൻ എക്സ് ഇൻറ്റു 0 0 0 ഇൻറ്റു 1 0. അപ്പൊ ആ ടൈം മൊത്തത്തിൽ എന്തോ ആയിപ്പോ 0. ഓക്കെ, ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ നോക്ക്. സൈൻ എക്സ് കോസ് വൈ സൈൻ എക്സ് കോസ് വൈ. ദെൻ അടുത്തതാണെങ്കിലോ കോസ് എക്സ് പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അടുത്തത് 0 0. അതും ആ ടൈം കഴിഞ്ഞു. അടുത്താണെങ്കിലോ സൈൻ എക്സ് ഇൻറ്റു
മൈനസ് സൈൻ വൈ. ഇപ്പൊ മൈനസ് സൈൻ എക്സ് സൈൻ വൈ, മൈനസ് സൈൻ എക്സ് സൈൻ വൈ പ്ലസ് കോസ് എക്സ് കോസ് വൈ. അടുത്തത് 0 0, അതും കഴിഞ്ഞു. അടുത്തത് തേർഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 0 0 0. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അതും 0 ആവും. ഓക്കെ ആണല്ലോ. പാറ്റേൺ എന്തോ ആയി? 0 ആയി. ഇനി അടുത്ത എന്താ? തേർഡ് കോളം കൊണ്ട് ഫസ്റ്റ്. അപ്പൊ ഇവിടെ 0, അത് 0 ആയി. 0 then 1 into 0 0. അപ്പൊ ഈ ടേം എല്ലാം 0. അടുത്തതാണെങ്കിൽ 0 again 0 0. ഇവിടെയും 0. ഇവിടെയാണെങ്കിൽ 0 0 1 into 1 എന്ന് പറയുന്നത് 1 കിട്ടും. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഇത് അറേഞ്ച് ചെയ്യാണ്. ആദ്യം എന്ത് എഴുതുന്നു? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. നിങ്ങൾ ഇതിപ്പോ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ പഠിച്ച ഐഡന്റിറ്റീസ് ആണ് ഇതെല്ലാം. അടുത്തതാണെങ്കിലോ, ഇവിടെ ഞാനൊരു മൈനസ് കോമൺ എടുക്കുന്നു, ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ചും കൂടെ ചെയ്യുന്നു. അപ്പൊ ഇതിനെ അങ്ങ് ആദ്യം എടുക്കുകയാണ്. മൈനസ് കോമൺ എടുത്തിട്ട് മൈനസ് ഓഫ് സൈൻ എക്സ്. ഞാൻ ഈ ടേം അല്ലേ എഴുതുന്നത്, ഈ ടേമാണ് ആദ്യം എഴുതുന്നത്. ഇപ്പൊ രണ്ട് മൈനസ് കോമൺ എടുത്താൽ രണ്ടും എന്തോ പോസിറ്റീവ് ആവും. അപ്പൊ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ടൈം 0, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അതങ്ങനെ തന്നെ നിൽക്കാം. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഇവിടെ ആണെങ്കിൽ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. മൈനസ് ഒന്നും കോമൺ എടുക്കുന്നില്ല. നേരെ മറിച്ച് കോസ് എക്സ് കോസ് വൈ അങ്ങ് ആദ്യം എഴുതുന്നു. അപ്പൊ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഓക്കെ ആണല്ലോ. 0 ലാസ്റ്റ് ടൈം 0 0 1. ഓക്കെ, നോക്കി എന്താണ് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മള് +1 ശരിക്കും ട്രിഗ്നോമെട്രിക് അത് പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റി ആണ്. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ എന്ത് വരുന്നത്? കോസ് എക്സ് പ്ലസ് വൈ അല്ലയോ? അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? കോസ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഇവിടെയാണെങ്കിലോ മൈനസോ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. അതെന്ത് വരുന്നു? സൈൻ എക്സ് പ്ലസ് വൈ ഇല്ലയോ? മൈനസ് പുറത്തുണ്ട്. അപ്പൊ അവിടെ എന്ത് വരും? സൈൻ എക്സ് പ്ലസ് വൈ എന്ന് വരും. ഓക്കെ, ലാസ്റ്റ് അവിടെ എന്ത് വരുന്നു? 0 വരുന്നു. ഓക്കെ, ഇവിടെ അടുത്താണെങ്കിലോ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. വീണ്ടും അത് തന്നെ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. എന്തുവാ? സൈൻ എക്സ് പ്ലസ് വൈ. ദെൻ അടുത്തതാണെങ്കിലോ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. കോസ് എക്സ് കോസ് വൈ മൈനസ്, വീണ്ടും അത് തന്നെ കോസ് എക്സ് എന്ത് കിട്ടും? കോസ് എക്സ് പ്ലസ് വൈ. ദെൻ 0. ഇവിടെയാണെങ്കിൽ 0 0 1. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഈ മെട്രിക്സ് ഒന്ന് നോക്കി. നമ്മുടെ ചോദ്യത്തിനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് 0 സൈൻ എക്സ് കോസ് എക്സ് 0 0 0 1 ഇങ്ങനെയല്ലായിരുന്നോ? ഇവിടെ എക്സിന്റെ സ്ഥാനത്തല്ല ഇവിടെ എന്താ വന്നിരിക്കുന്നത്? അതേ കോസ് ഫംഗ്ഷൻ തന്നെ കോസ് എക്സിന്റെ സ്ഥാനത്ത് കോസ് എക്സ് പ്ലസ് വൈ. ഇവിടെ മൈനസ് സൈൻ എക്സിന്റെ സ്ഥാനത്ത് മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ. ദെൻ 0 ഇത് തന്നെ. അതുപോലെ സൈൻ എക്സ് വീണ്ടും സൈൻ എക്സ് പ്ലസ് വൈ. കോസ് എക്സ് എന്നുള്ളത് കോസ് എക്സ് പ്ലസ് വൈ 0 0. ദെൻ 0 0 1. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിനകത്ത് എക്സിനെ റീപ്ലേസ് ചെയ്ത് ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, സോറി എക്സ് പ്ലസ് വൈ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ അപ്പൊ ഈ എഴുതിയിരിക്കുന്ന എന്തോ ആയിരിക്കും? എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ആയിരിക്കത്തില്ലേ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതല്ലേ? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്നല്ലേ? ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഇന്ന് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷനോ അതുപോലെ അഡീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇക്വേഷൻ സോൾവിംഗ് ആയിട്ടായിരുന്നു. മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചെയ്തു. തുടർന്നുള്ള ക്ലാസ്സുകളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി വിശ്വസിക്കുന്നു. ഇതിനു മുൻപുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും അത് ചെയ്തു നോക്കാം. ഓക്കെ, താങ്ക് യു.